ആയാലും നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് ഇവിടെ ഒരുപാട് കൃഷിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ എടുക്കാൻ വേണ്ടി ഞാനങ്ങോട്ട് അവൻ്റെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. എന്തേലും അവൻ എന്നോട് പറഞ്ഞു, കുട്ടനാട് പോലെ തൊട്ടടുത്തുന്ന വയലുകളൊക്കെ ഒരുപാട് വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിട്ടൊക്കെ ഒരുപാട് നാളുകളായി ഈ സംഗതിയൊക്കെ കണ്ടിട്ട്. അപ്പം അത് എനിക്കൊന്ന് കാണാം, അത് നിങ്ങൾക്ക് എത്തിക്കാന്നോർത്താണ് ഞങ്ങൾ ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും അവനും തകൃതിയും നടക്കുവാണ് കേട്ടോ. ഏകദേശം വണ്ടി ഇറങ്ങി മെയിൻ റോഡിൽ നിന്ന് ഇപ്പോൾ ഒരു ഉദ്ദേശം 2 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുവരെയായിട്ടും അവിടെ എത്തിയിട്ടില്ല. ഇവൻ പറയുന്നത് വെച്ച് നോക്കിയിട്ട് എനിക്ക് നെല്ല് പോയിട്ട് അതിൻ്റെ ഒരു തരി പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവൻ എന്താണെന്ന് നോക്കാം നമുക്ക് എന്തായാലും. ഞാനിപ്പം ഇവനപ്പുറം തൊട്ടപ്പുറം കായലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കായൽ എന്താണ്? കായലുണ്ട്, വരമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുറേ നമ്മൾ കായലും വരമ്പൊക്കെ കണ്ടിട്ട്, അപ്പോൾ അത് കാണാനുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതില്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ കൊല്ലുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുമോ? ഒന്നെങ്കിൽ വരമ്പും കായലും, ഇല്ലെങ്കിൽ ഇവനെ തല്ലി കൊല്ലും തിരിച്ച്. ഇത് ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തായാലും കൊള്ളാം. സ്ഥലങ്ങളൊക്കെ കൊള്ളാം. നല്ല സൈലൻ്റ് ഏരിയ ഒക്കെ തന്നെയാണ്. തൊട്ട് അടുത്ത് കണ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എന്താണ്ട് കുറേ അറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ടടുത്തൊരു ഫൈബറിൻ്റെ വള്ളമുണ്ട്. കയറിയാൽ അപ്പോൾ തന്നെ ചെരിഞ്ഞും പോകും, മുങ്ങിച്ചാകാനും സാധ്യതയുള്ളതാണ്. ആരുടെയാണെന്നുള്ളത് ഒരു പിടുത്തമില്ല. എന്തായാലും അവിടെ നിന്ന് ഞാൻ ദൂരേക്ക് നോക്കിയപ്പോൾ അങ്ങ് അകലെയായിട്ട് കാണാൻ കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും എന്തോ ഒരു ടൂറിസ്റ്റ് ഏരിയ പോലെയൊക്കെ തന്നെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഒടുക്കത്തെ ചൂടാ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ തരുന്ന സമയത്താണ് ഈ പരിപാടിയായിട്ട് വന്നത്. വിശന്നിട്ടാണെങ്കിൽ കൂറ കൊത്തിയിരിക്കുക, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. ഇവൻ്റെ വാക്ക് കേട്ട് വന്ന എന്നെ വേണം ആദ്യം ശരിക്കും തല്ല് തരാൻ വേണ്ടി. വെറുതെ വണ്ടിക്കൂലിയും പോയി. ഇതെങ്ങാനും വീട്ടിൽ ഭാര്യ അറിഞ്ഞാൽ എന്നെ ഓടിച്ചിട്ടടിക്കും. എന്തായാലും ഇവൻ്റെ കൂടെ വന്നതുകൊണ്ട് നെല്ലും കിട്ടിയില്ല, ഒരു പതിര് പോലും കിട്ടിയില്ല. ഇന്ന് നോക്കിയ മൊത്തവും വെറുതെ കിടക്കുക. നീ തിരിച്ചു കേട്ടോ, നിനക്ക് ഒരു തുള്ളി വെള്ളം പോലും മേടിച്ച് തരാതായിരിക്കുന്നു ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോടാ. ഗപ്പേ, നീ ഒറ്റ ഒരുത്തനായി ഈ പണി ഒപ്പിച്ച് വെച്ച. നോക്കി ഇവിടെ എന്താണോ ഉള്ളത് കാണാൻ വേണ്ടി. ഒരാൾ ബൈക്കിൽ പോകുന്നത്, അയാളെങ്ങനെയോ പോയി പെട്ടാന്ന് തോന്നുന്നു അല്ലേ. എന്ത് കഷ്ടമാണെന്ന് ഓർത്താണ്. നീ തിരിച്ച് നടക്കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടോ? 2-3 കിലോമീറ്റർ ഉണ്ടോ? 3 അല്ല, 4-5 കിലോമീറ്റർ ഉണ്ട്. ഉള്ള ഒരു വെള്ളം പോലും ഇല്ലടാ.